പാലസ്തീൻ ഇസ്രയേൽ വിഷയത്തിൽ, പ്രത്യേകിച്ച് ഹമാസും ഇസ്രയേലും തമ്മിലുള്ള വിഷയത്തിൽ ഹമാസിന്റെ ആ ഒരു ഭീകരാക്രമണത്തോട് ശക്തമായ രീതിയിൽ ഇന്ത്യ പ്രതികരിച്ചു എന്ന് പറയുമ്പോഴും ഹമാസിനെ ഒരു ഭീകരവാദ സംഘടനയായിട്ടൊന്നും ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടില്ല. ഇസ്രായേൽ ആവർത്തിച്ച് ഇന്ത്യയോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഹമാസിനെ ഒരു ഭീകരവാദ പ്രസ്ഥാനമായിട്ട് ഇന്ത്യ പ്രഖ്യാപിക്കാനുള്ള സമയമായിരിക്കുന്നു, ഇന്ത്യ ഇനിയെങ്കിലും അത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മുടെ അടുത്ത സുഹൃത്ത് രാജ്യമാണ് ഇസ്രായേൽ. എന്നിട്ട് നമ്മൾ പാലസ്തീനിലെ ജനതയെക്കുറിച്ച് ചിന്തിച്ചതുകൊണ്ട് ഇന്ത്യ ഇതുവരെയും അങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നില്ല. എന്നാൽ ഇന്ത്യയെ കൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുപ്പിക്കാൻ ഇപ്പോൾ ഹമാസ് തന്നെ ആഗ്രഹിക്കുന്നു എന്ന് തോന്നുന്നു. അതായത് പാക് അധീന കാശ്മീരിൽ ഇന്ത്യ വിരുദ്ധ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് ഹമാസ് ഇന്ത്യയെ ഇപ്പോൾ പ്രൊവോക്ക് ചെയ്തിരിക്കുന്നത്. സമ്മേളനത്തിൽ ഹമാസിന്റെ പ്രതിനിധികൾ പങ്കെടുക്കുകയും ഈ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തോയ്ബ പോലെയുള്ള ഭീകര സംഘടനകൾക്കൊപ്പം വേദി പങ്കിടുകയും ഒക്കെ ചെയ്തതാണ് ഇപ്പോൾ വലിയ വിവാദമായിക്കൊണ്ടിരിക്കുന്നത്. റാവൽപിണ്ടിയിലെ ഷഹീദ് സാബിൻ സ്റ്റേഡിയത്തിലേക്ക് ഹമാസ് നേതാക്കൾ ആഡംബര SUVകളിൽ എത്തുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ജെയ്ഷെ, ലഷ്കർ ഭീകരർ ബൈക്കുകളിലും കുതിരകളിലും ഇവർക്കൊപ്പം റാലി നടത്തിയെത്തുന്നതും കാണാം. കശ്മീർ സോളിഡാരിറ്റി ആൻഡ് ഹമാസ് ഓപ്പറേഷൻ അൽ ഹക്സ ഫ്ലഡ് എന്ന് പറയുന്നൊരു കോൺഫറൻസിനായിട്ടാണ് ഇവർ എത്തിയിരിക്കുന്നത് എന്നാണ് സൂചന. ഈ ഹമാസ് നേതാക്കൾക്ക് പുഷ്പവൃഷ്ടിയൊക്കെ ചെയ്തിട്ടാണ് ഇവരെയൊക്കെ സ്വീകരിച്ചത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിൽ എക്കാലവും ഒരു വലിയ പ്രശ്നമായിട്ട് ഉയർന്നു നിന്നിരുന്നത് ജമ്മു കാശ്മീർ വിഷയം തന്നെയാണ്. ഈ ജമ്മു കാശ്മീരിൽ, പാക് അധീന കാശ്മീരിൽ ഒരുപാട് ഭീകര സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ ഈ ഹമാസ് അതുപോലെ തന്നെ ഇസ്രായേൽ വിഷയത്തിലെടുത്ത നിലപാട് എന്താണ്? 2 സ്റ്റേറ്റ് സൊല്യൂഷൻ തന്നെയായിരുന്നു. അതായത് പലസ്തീൻ്റെ എക്സിസ്റ്റൻസിനെ ഇന്ത്യ ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടെ ഹമാസ് ജമ്മു കാശ്മീർ വിഷയത്തിൽ, ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ അനാവശ്യമായിട്ട് ഇടപെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിലേക്ക് ഭീകരവാദികൾക്കൊപ്പം ചേർന്നുകൊണ്ട് ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു നിലപാടെടുക്കുമ്പോൾ ഹമാസിനെതിരെ കൂടുതൽ ശക്തമായ നിലപാടുകൾ ഭാവിയിൽ ഇന്ത്യ സ്വീകരിക്കാൻ ഇത് കാരണമാകുമെന്നാണ് വിലയിരുത്തൽ. ഇനിയൊരു പക്ഷേ ആർക്കും ഹമാസിനെ ഇന്ത്യ സപ്പോർട്ട് ചെയ്യണം എന്ന് ഇന്ത്യയിൽ നിന്നും ആവശ്യപ്പെടാനും പറ്റില്ല. അതിലുപരിയായിട്ട് ഹമാസും പലസ്തീൻ എന്ന് പറയുന്നതും രണ്ടും രണ്ടായിട്ട് കാണുക എന്ന് പറയുന്നതും ബുദ്ധിമുട്ടായിട്ട് മാറും. കാരണം ഹമാസിനെതിരെ ഇന്ത്യ ശക്തമായ നിലപാടെടുക്കുകയാണെങ്കിൽ ഗാസയ്ക്കെതിരെ കൂടി ആ നിലപാട് മാറുമെന്നുള്ളതാണ്. കാരണം ഹമാസ് ആണ് ഗാസ കൺട്രോൾ ചെയ്യുന്നത്. ഗാസയിലെ ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ടാണ് ഹമാസ് പ്രവർത്തിക്കുന്നത്. അതിൽ സാധാരണ ജനങ്ങൾ ഏതാണ്, ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന മനുഷ്യർ ആരൊക്കെയാണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. കാരണം ഇത് രണ്ടും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. ചിലർ ആയുധമേന്തി മുന്നോട്ട് വരുമ്പോൾ മാത്രമാണ് ഇവരാണ് ഹമാസ് എന്ന് നമുക്ക് മനസ്സിലാവുക. മറിച്ച് ഈ ഹമാസ് എന്ന് പറയുന്ന സംഘടനയിൽ പ്രവർത്തിക്കുന്നവരെന്ന് പറയുന്നത് ഈ ഗാസയിലുള്ള ജനതയ്ക്കിടയിൽ നിന്ന് വന്നവർ തന്നെയാണ്. അവർ എപ്പോഴും ഹമാസിനോട് കൂറ് പുലർത്തുന്നവരാണ്, ഹമാസിനെ പിന്തുണയ്ക്കുന്നവരാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇന്ത്യ ഹമാസിനെ ഭീകരവാദ സംഘടനയാക്കി പ്രഖ്യാപിക്കുകയും ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്താൽ അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന, ഈ ഗാസയിലെ ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് അടക്കമുള്ള കാര്യങ്ങൾ ഭാവിയിൽ ചിലപ്പോൾ നിർത്തിവെക്കേണ്ടി പോലും വന്നേക്കാം. കാരണം ഹമാസ് അനാവശ്യമായിട്ട് ഇന്ത്യയുടെ ആഭ്യന്തര വിഷയത്തിൽ ഒരു കാര്യവുമില്ലാതെ ഇടപെടുന്നതായിട്ടാണ് ഈ ഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് കാശ്മീരിനെ സ്വാതന്ത്ര്യം നേടിക്കൊടുക്കണം, കാശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് മോചിപ്പിക്കണമെന്നൊക്കെ പറയുന്ന ഭീകരവാദ സംഘടനകളോടൊപ്പം വേദി പങ്കിടുക, അവർക്ക് സപ്പോർട്ട് പ്രഖ്യാപിക്കുക, ഇത് ഇന്ത്യയെ വളരെയധികം പ്രൊവോക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഭീകരവാദ സംഘടനകളുമായിട്ട് ഹമാസ് ബന്ധം പുലർത്തുന്ന സാഹചര്യത്തിൽ ഹമാസിനെയും ഒരു ഭീകരവാദ സംഘടനയായി കാണാൻ ഇന്ത്യ നിർബന്ധിതമാകും. ഇന്ത്യ സത്യത്തിൽ അത് നേരത്തെ തന്നെ പ്രഖ്യാപിക്കേണ്ട ഒന്ന് തന്നെയാണ്. കാരണം ഹമാസിന്റെ പ്രവർത്തന ശൈലി സാധാരണ സംഘടനകളുടേത് പോലെ അല്ല. പാലസ്തീനെ അനുകൂലിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പാലസ്തീന് സപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരുടെ സംഘടന പ്രവർത്തിക്കുന്നതെങ്കിലും അവരുടെ പ്രവർത്തികൾ നമ്മൾ ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിന്റെ സമയത്ത് കണ്ടതാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഭീകരവാദ സംഘടനകളുമായിട്ടാണ് അവർ സഹകരിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ ഹമാസിന്റെ ഒരു അടിസ്ഥാന തത്വം എന്താണ്, അവർ ഏത് തത്വത്തിൽ അധിഷ്ഠിതമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സോ ഇത്തരം സംഘടനകളെ ഇന്ത്യ തീർച്ചയായിട്ടും കുറെ കൂടെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടത് അത്യാവശ്യമായി മാറുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.